ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ആൻഡ് ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലെ 10ാമത്തെ വീഡിയോ ആണ്, അതായത് ലാസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ എല്ലാ വീഡിയോസിനും തന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒറ്റൊരു ഫോൺ കവർ വെച്ചിട്ട് 5 വ്യത്യസ്ത ഫോൺ കവറുകൾ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഇതിനധികം ചിലവൊന്നുമില്ല, ഈസിലി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആൻഡ് ഈ കവറിനകത്ത് നമ്മൾ ഓരോ സംഗതികൾ വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഫോൺ കവറാക്കി മാറ്റുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കവറ് ഓണോപ്ലീൻ്റെ കവറാണ്. ഓണോപ്ലേ ആണ് എൻ്റെ ഫോൺ, അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ കവറാണ്. അപ്പോൾ അതിനകത്തൊരു പേപ്പർ ഉണ്ട്, കറക്റ്റായിട്ട് അതിന് ഫിറ്റ് ആവുന്ന പേപ്പർ. അപ്പോൾ ഞാൻ അതിൽ തന്നെ അതിൻ്റെ കറക്റ്റ് ഹോളുകൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാർക്ക് ചെയ്യാണ്. സോ ബേസിക്കലി നമുക്കൊരു പേപ്പർ എക്സാക്ട്ലി നമ്മുടെ ഫോണിൻ്റെ സൈസ് എങ്ങനെയാണോ അതുപോലെ മാർക്ക് ചെയ്തിട്ട്, ആൻഡ് അതിനകത്ത് ഈ ക്യാമറയുടെ ഹോൾ, അതേപോലെ ഫ്ലാഷിൻ്റെ ഹോൾ, അതേപോലെ നമുക്ക് ടച്ച് സെൻസറിൻ്റെ ഹോളൊക്കെ എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ എക്സാക്റ്റ് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കവറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോണ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കവർ ചെയ്തെടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേപ്പർ ആ ഫോൺ കവറിനകത്ത് തന്നെ ഇല്ലെങ്കിൽ ഫോൺ കവറോ അല്ലെങ്കിൽ ഫോണോ വെച്ചിട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതേപോലത്തെ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഫോം ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഫോം ഷീറ്റ് എന്നാണ് ഇതിനെ പറയുക. നല്ല രസമാണ്, നിറയെ ഗ്ലിറ്ററാണ്, ആൻഡ് അധികമൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. നമ്മൾ ഗ്ലിറ്റേഴ്സ് ഉണ്ടാക്കില്ലേ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഗം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ പോലെയൊന്നും പകർന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ കറക്റ്റായിട്ട് ആ ഷീറ്റിൻ്റെ മീതെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ, നമ്മുടെ ഫോണിൻ്റെ സൈസിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ വെച്ചിട്ട് എക്സാക്ട്ലി അതേപോലെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകവും പുറമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൺ കവറിൽ വെച്ച് നോക്കുക ഏത് സൈഡാണ് വരണേന്ന്. അതായത് ഉൾട്ടാ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലാണ് വരയ്ക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ ക്യാമറയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഓപ്പോസിറ്റായിട്ട് വന്നു എന്ന് വരും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഫോണിലൊന്ന് ആദ്യം വെച്ച് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫോൺ കവർ, ഗ്ലിറ്റർ ഫോൺ കവർ. അടിപൊളിയായിട്ട് വരും. ആൻഡ് ജസ്റ്റ് ഒരു 10 രൂപയുള്ളൂ അതിന്. ആൻഡ് അടുത്തത് നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് കളർ വാഷി ടേപ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്താൽ നന്നായിരിക്കും. ചാർട്ട് പേപ്പർ എടുത്താൽ നല്ലത്, അല്ലെങ്കിൽ സാധാരണ ഡ്രോയിങ് പേപ്പർ എടുത്താലും മതി. ആൻഡ് അതിലേക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിൻ്റെ ഇതുണ്ടല്ലോ, പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണല്ലേ സൈസ്, അതെടുത്തിട്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഹോൾസ് കട്ട് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ വാഷി ടേപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി മേടിക്കാൻ കിട്ടും. ഈ വാഷി ടേപ്പ് ഒരെണ്ണത്തിനെന്ന് പറഞ്ഞാൽ ഒരു 5 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പേപ്പറിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണിലും കളേഴ്സിലും വളരുന്ന ടേപ്പാണ്. ആൻഡ് അതിൻ്റെ ബാക്കിൽ ഗം ഉണ്ടാവും. ഇതിന് പറയുന്ന പേര് വാഷി ടേപ്പ് എന്നാണ്. ഇനി അതല്ലെങ്കിൽ കളർ ടേപ്പ് മേടിക്കാൻ കിട്ടും. ഇത് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ ഈസിലി, അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിൽ പോലും ഈസിലി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബാക്കിൽ ഗം ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് പശയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഞാൻ മേടിച്ചത് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. കാരണം ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് തോന്നുന്നു, അത് കറൻ്റ്ലി അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അല്ലാച്ചാൽ നമുക്ക് കടയിൽ നിന്ന് ഈസിലി മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനത് ഒന്നിന് ശേഷം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 5 എണ്ണത്തിൻ്റെ ഒരു പാക്കിന് 40 രൂപ 50 രൂപയായിട്ടാണ് ആയത്. ഒരു ടേപ്പിന് 10 രൂപ മാക്സിമം ആവുള്ളൂ, അതിൽ കൂടുതലാവില്ല. ആൻഡ് കളർ ടേപ്പ് മേടിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 5 രൂപയാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫോൺ കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പല കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഒന്നിന് ശേഷം ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ട് നല്ലൊരു പാറ്റേൺ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ വരണത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ മീതെ വെച്ച് നോക്കിയിട്ട് ഇതേപോലെ ഹോൾസ് എവിടെയാണോ അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നിലെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കട്ടറിൻ്റെ മൂർച്ച വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇത് വൺസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഡിഫറെൻറ്റ് കളേഴ്സിലെ നല്ല രസമായിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോൺ കവർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പോലും ഈസിലി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ഇങ്ങനത്തെ സ്മൈലിയുടെ ഒരു ഫോൺ കവർ ചെയ്യാം. ആൻഡ് ഇതിന് നമുക്ക് വേണ്ടത് OHP ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ്. OHP
അതാണ് ഇതിനെ പറയുക, OHP ഷീറ്റ് എന്ന് പറയും. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ കടയിലൊക്കെ ഈസിലി കിട്ടും, ക്രാഫ്റ്റ് സ്റ്റോറിലോ അല്ല സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും. ഇത് നമ്മുടെ പ്രൊജക്ടറിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഇത് ഒരെണ്ണത്തിന് മാക്സിമം 5 രൂപ, ഒരു ഷീറ്റിന് മാക്സിമം അത്ര തന്നെ ഇല്ല, 2 രൂപ 3 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് അതിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സ്മൈലി സ്റ്റിക്കറോ അല്ലെങ്കിൽ പല പല വെറൈറ്റി സ്റ്റിക്കറുകൾ വരുമല്ലോ, പൂച്ച, പട്ടി, പിന്നെ എൽസ, അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഷീറ്റിൽ ഇങ്ങനെ ഇതുപോലെ പശയടക്കം ഉള്ളതായിട്ട് വരും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ഈ OHP ഷീറ്റിൽ നമ്മൾ ഓൾറെഡി ഫോണിൻ്റെ അതേ പാകത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്, അതിനെ മീതെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റല്ലേ, അപ്പോൾ ഇതിൽ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്മൈലി ആയിരിക്കും കാണുക, അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് OHP ഷീറ്റ് എടുക്കാൻ പറയുന്നത്. ഇനി OHP ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഫയലിൻ്റെ മീതിയൊക്കെ വരുന്ന ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. കേട്ടോ, ഇപ്പോൾ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ആ സ്മൈലികൾ മാത്രമേ കാണുള്ളൂ, ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കാണില്ല. അപ്പോൾ ഇങ്ങനെ ഫോണിൽ ഒട്ടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഒറ്റ ഫോൺ കവറിൽ തന്നെ നമുക്ക് ഇതേപോലെ ഡിഫറെൻറ്റ് പാറ്റേൺസ്, ഈ OHP ഷീറ്റിൽ തന്നെ ഈ സ്മൈലി കൂടാണ്ട് പല പല സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതൊക്കെ ഒട്ടിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ട്രൈ ചെയ്യാം. അടുത്തത് നമുക്കൊരു ഫോട്ടോ കവർ ഉണ്ടാക്കാം. അതിനായിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ ഈ OHP ഷീറ്റ് ഫോണിൻ്റെ രൂപത്തിൽ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇമ്മക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, കറക്റ്റ് വെട്ടിയെടുക്കാൻ പാകത്തിൽ, അത് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഇമ്മയുടെ കയ്യിൽ കിട്ടി, അവളത് ചുരുട്ടി കൂട്ടി, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത പാകത്തിനായി. അതുകൊണ്ട് ഞാൻ ഇമ്മക്കുട്ടിയുടെ വേറൊരു ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഫോട്ടോ നല്ലതാണ്, പക്ഷെ എനിക്ക് കവറിലേക്ക് വന്നപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല, നല്ല ക്യൂട്ടാണെന്ന് തോന്നി. എനിക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കവർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ OHP ഷീറ്റിൽ അതേപോലെ ഓൾറെഡി വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മീതെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഫോട്ടോ ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ ഫോട്ടോ വേണമെങ്കിലും ഒട്ടിക്കാം. ഇനി അതല്ല മാഗസീനിൽ നിന്നൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആരുടെ ഫോട്ടോസ് വേണമെങ്കിലും എടുത്ത് ഒട്ടിക്കാം. ഇനി ആൾക്കാരുടെ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും രൂപത്തിൻ്റെയോ അല്ലെങ്കിൽ അനിമൽസിൻ്റെയോ അങ്ങനെയൊക്കെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം. ഇനി ഫോണിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ അകവും പുറവും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കാൻ പറയണത്. ചിലപ്പോൾ അബദ്ധം പറ്റാം, ചിലപ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് ആയി പോകും. അതായത് ഫോണിൻ്റെ ഉള്ളിലേക്കാവും ഫോട്ടോ വരിക. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഫോണിലൊന്ന് ആദ്യം വെച്ച് നോക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഇതുപോലെ വെക്കാം, കവറിനകത്ത് വെക്കാം. എന്നിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഫോട്ടോ അതിൽ ഒട്ടിയിരിക്കുന്ന പോലെ തോന്നും. എന്നാൽ നമ്മൾ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല താനും, എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാവുന്നതാണ്. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബുക്കിൽ നിന്ന് ഒരു പെയിൻറ്റിങ്, ഒരു പടം വെട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കളറിങ് ബുക്ക് എടുക്കാം. ഇതുപോലത്തെ കളറിങ് ബുക്കൊക്കെ വീട്ടിലുണ്ടാകും, എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുമല്ലോ. ഇനി അതല്ലെങ്കിൽ തന്നെ നമുക്കും ഇതേപോലത്തെ കളറിങ് ബുക്ക് മേടിച്ചിട്ട് കളർ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഭയങ്കര സ്ട്രെസ്സുള്ള ആൾക്കാരാണ്, സ്ട്രെസ് ഇല്ലെങ്കിലും നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് ബോറടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇത്തിരിയെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കളറിങ് ബുക്ക് മേടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട പടം എടുത്തിട്ട് ഞാൻ അത് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഇതേപോലെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു മാഗസീനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഫോണിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ വട്ടവും ക്യാമറയുടെ ഭാഗവും ഫിംഗർ സെൻസറൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതേപോലെ വെട്ടിയെടുക്കുകയാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. ഞാനിത് കളർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ തന്നെ ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്കുള്ള ബുക്ക് വേണമെന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇതിൽ നിന്ന് എടുത്താലും മതി, എന്നിട്ട് നമുക്ക് കളർ ചെയ്ത ഭംഗി ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാഗസീൻസ് എടുക്കാവുന്നതാണ്. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഞാനിത് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടില്ല, എനിക്കിങ്ങനെ വേണ്ട ഭാഗം എന്നുള്ള രീതിയിൽ മാത്രമേ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല സിമ്പിളാണ്, പക്ഷേ എന്നാൽ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ, കടയിൽ നിന്ന് മേടിച്ച പോലെ തന്നെ ഉണ്ടാവും അല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ 5 ഫോൺ കവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഈ പോപ്പ് സോക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും എൻ്റെ ഫോൺ കണ്ടിട്ട് കുറേ പേര് ചോദിക്കുകയുണ്ടായി ഇത് എന്താ സംഗതി എന്നുള്ളത്. എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷേ എന്നാലും ഞാൻ മേടിച്ചപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അത് ആമസോണിൽ നിന്ന് ഒറിജിനൽ പോപ്പ് സോക്കറ്റാണ് മേടിച്ചത്. അതിന് കുറച്ച് വിലയുണ്ട്, 600 700 ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ആൻഡ് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട്, അത് മേടിച്ചാൽ
വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് 100 രൂപ 120 രൂപയ്ക്ക് കടയിൽ നിന്നും കിട്ടും, ഓൺലൈനായിട്ടും ഒക്കെ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശയുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിച്ചെടുത്തിട്ട് ഒട്ടിക്കാം. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് ഇതിൻ്റെ ഇടയിലിട്ട് നമുക്ക് സെൽഫീസ് എടുക്കാനും അതേപോലെ വീഡിയോസ് കാണാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അമർത്തി കഴിഞ്ഞാൽ ഇത് താഴത്തോട്ട് പോകും. അപ്പോൾ എഗെയിൻ പോക്കറ്റിൽ വെക്കാനോ അല്ലെങ്കിൽ പേഴ്സിൽ വെക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതിയാണ്. ആൻഡ് എനിക്കിത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കടയിൽ നിന്നൊക്കെ മേടിച്ചാൽ കിട്ടുവെച്ചാൽ നല്ലതായിരിക്കും. കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാച്ചാൽ ഓൺലൈൻ തപ്പിയാലും കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ 5 ഫോൺ കവേഴ്സ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ എല്ലാ ക്രാഫ്റ്റ് വീഡിയോസും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട്. ഇതാ നമ്മുടെ അവസാനത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണല്ലോ ഈ മാസത്തെ ആക്ച്വലി. പക്ഷെ എന്നാലും ഞാൻ ഒരു ബോണസ് വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.